അപ്പോൾ അവധിക്കാലമാണ്, നല്ല ചൂടുകാലമാണ്. അതുകൂടാതെ ഇന്ന് വിഷുവാണ്. അപ്പോൾ അവധിക്കാലത്ത് ഇങ്ങ് ടൂർ പോയില്ല എന്നുള്ള പിള്ളേരുടെ പരാതി തീർക്കാൻ വേണ്ടി അപ്പം നമ്മളിന്ന് ടൂർ പോയിരിക്കുകയാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള രാമക്കൽമേട്, പിന്നെ ഇവിടെ നമ്മൾ പോണേ കാറ്റാടിപ്പാടം, അതുപോലെ തന്നെ മുന്തിരിത്തോട്ടം. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ ഇപ്പം നിലവിൽ കാറ്റാടിപ്പാടം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത നേരെ മുന്തിരിത്തോട്ടം, അതുപോലെ തന്നെ അതിൻ്റെ സോളാർ പാനലൊക്കെ ഇരിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് നേരെ പോകാം. അപ്പോൾ നമ്മുടെ പിന്നാലെ 1-2 വണ്ടിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവർ വരാൻ വേണ്ടി നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നേരെ നമുക്ക് അടുത്ത സ്ഥലത്തുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നെടുങ്കണ്ടത്തു നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. അപ്പം നേരെ നമ്മുടെ കാറ്റാടിപ്പാടത്തേക്കാണ് കേട്ടോ പോകുന്നത്. രാമക്കൽമേട്ടിലെ കാറ്റാടിപ്പാടത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ഈ രാമക്കൽമേട് എന്ന് പറയുന്നത്. വളരെ നിലയ്ക്കാത്ത ഒരു കാറ്റിനാൽ സമ്പന്നമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാറ്റാടിയൊക്കെ ഇവിടെ സ്ഥാപിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. ഇവിടുത്തെ ഒരു കാറ്റിന്റെ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ ശരാശരി 33 കിലോമീറ്റർ കാറ്റുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില അവസരത്തിൽ അത് മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ ആകും എന്നും പറയുന്നുണ്ട്. ഈ കാറ്റാടി യന്ത്രം നമ്മൾ കാണുമ്പോൾ, ദൂരെ നിന്ന് കാണുമ്പോൾ വളരെ ചെറുതാണെന്ന് തോന്നും. പക്ഷെ തൊട്ടടുത്ത് ചെന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ ഇത് കണ്ടോ, ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നും. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന സ്ഥലമായിട്ടാണ് ഈ രാമക്കൽമേട് അറിയപ്പെടുന്നത്. ഏതാണ്ട് 15 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. തൊട്ടടുത്ത് നിൽക്കുമ്പം ഇതിന്റെ ഒരു തൂണിന്റെ ഒക്കെ ഒരു പൊക്കം കണ്ടോ. ഇനി ഇതിന്റെ രാമക്കൽമേട് എന്ന പേരിന്റെ ഒരു ഐതിഹ്യം സൂചിപ്പിക്കുന്നത് രാമന്റെ കല്ലിന്റെ നാട്, അല്ലെങ്കിൽ ശ്രീരാമന്റെ വിശുദ്ധ പാദം പതിഞ്ഞ നാട് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ തേടി രാമനും ലക്ഷ്മണനും കൂടെ ഈ ഒരു രാമക്കൽമേടിന്റെ മുകളിൽ കാല് കുത്തിയതായിട്ടാണ് കഥ സൂചിപ്പിക്കുന്നത്. ഈ ഒരു തൂണിന്റെ ചുവട്ടിൽ ആളുകൾ നിൽക്കുമ്പോൾ ഉള്ള ഒരു ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ തൂണിന് എത്രത്തോളം പൊക്കം ഉണ്ടെന്നുള്ളത്. അപ്പോൾ കാറ്റാടിപ്പാടത്തെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ നേരെ എല്ലാവരും വെയിലത്ത് നടന്ന് മടുത്ത് എല്ലാവരും ഗോലിസോഡ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ രാമക്കൽമേടിലെ ടൂറിസം സെന്ററിന്റെ തൊട്ടടുത്തുള്ള 1-2 ടീ സ്നാക്സ് ഒക്കെ കിട്ടുന്ന കടകളുണ്ട്. അവിടെ നിന്നാണ് ഗോലിസോഡ കുടിക്കുന്നത്. ഈ രാമക്കൽമേടിൽ നിന്നും സോളാർ പാനലൊക്കെ ഇരിക്കുന്ന കുറച്ച് ദൂരം ഓഫ് റോഡ് ജീപ്പിലാണ് പോകേണ്ടത്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള മിക്ക ആളുകൾക്കും അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി കമ്പം റൂട്ടിൽ പോവുകയാണ്. അപ്പോൾ പോയ വഴിക്ക് നേരെ നട്ടുച്ച ആയതുകൊണ്ട് തന്നെ ആകെ ഒരു റെസ്റ്റോറൻ്റാണ് ഈ റൂട്ടിലുള്ളത്. കേരള റെസ്റ്റോറൻ്റാണ്. അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടാണ്. ഈ കമ്പംമെട്ടിൽ നിന്നും കമ്പം പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ വ്യൂ പോയിന്റുകളാണ്. തമിഴ്നാട് കാണുന്ന തരത്തിലുള്ള നല്ല വ്യൂ പോയിന്റുകളാണ് ഉള്ളത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത കോമ്പൗണ്ടിൽ തന്നെ കുറച്ച് പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് ചെറിയ പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ കിട്ടിയ അവസരം മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷം കമ്പത്തുനിന്നും നേരെ മുന്തിരിത്തോട്ടം ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കമ്പത്തുനിന്നും ഏതാണ്ട് 7 കിലോമീറ്റർ ഗൂഡല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് മെയിനായിട്ടുള്ള മുന്തിരിത്തോട്ടങ്ങളൊക്കെ ഉള്ളത്. തമിഴ്നാടിൻ്റെ ബോർഡർ കടന്നപ്പോഴത്തേക്കുള്ള റോഡിൻ്റെ വ്യത്യാസം കണ്ടോ. നമ്മുടെ ഒരു ഭൂപ്രകൃതിയും അവിടുത്തെ ആയിട്ടുള്ള വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായ റോഡുകൾ ഇവിടെ ഉണ്ടാകാൻ കാര്യം. മുന്തിരിത്തോട്ടത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇങ്ങോട്ട് കയറുന്നതിന് ടിക്കറ്റൊന്നുമില്ല. പക്ഷേ ഇതിൽ കയറി വരുന്ന ആളുകളുടെ ഒരു പർച്ചേസാണ് ഇവരുടെ ലക്ഷ്യം എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ടിക്കറ്റ് വയ്ക്കാത്തത്. അല്ലെങ്കിൽ ടിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നതിനുള്ളൊരു വകുപ്പുണ്ട്. കാരണം ഇപ്പോൾ ഈ അവധി സമയം ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളാണ് തോട്ടം കാണാൻ വേണ്ടി വരുന്നത്. ഈ ഒരു സമയം ഏപ്രിൽ മാസം എന്ന് പറയുന്നത് മുന്തിരിയുടെ ഓഫ് സീസൺ പയ്യെ തുടങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പാകമായ മുന്തിരികൾ വളരെ കുറവാണ്. ഇപ്പം നമ്മൾ കയറി വരുന്ന എൻട്രൻസിൻ്റെ ഭാഗത്തൊക്കെ പച്ച മുന്തിരിയാണ്. അത് പഴുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു ജൂലൈ ഓഗസ്റ്റ് മുതലൊക്കെ നല്ല രീതിയിൽ മുന്തിരി വിളഞ്ഞു നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ നന്നായിട്ട് മുന്തിരി ഉള്ള സമയം തന്നെയാണ്. മുന്തിരിത്തോട്ടത്തിലേക്ക് കയറി കഴിഞ്ഞാൽ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് കുറേ മുന്തിരികൾ പറിക്കാതെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണത് ഏതാണ്ട് കരിഞ്ഞ് ഉണങ്ങി ഇരിക്കുന്ന ഒരു പരുവത്തിലാണ് നിൽക്കുന്നത്. എന്നാലും ഫോട്ടോ എടുക്കലുകാരുടെ തിരക്കാണ്. 100 കണക്കിന് ആളുകളാണ് മുന്തിരിക്കൊല പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്.
അതുപോലെ തന്നെ ഇവിടെ 20 രൂപയുടെ ഒരു മുന്തിരി ജ്യൂസ് ഉണ്ട്, അത് കുടിക്കാനും ഭയങ്കര തിരക്കാണ്. നമ്മളെന്തായാലും കുറച്ചു നേരം ക്യൂ നിന്നിട്ട് ഭയങ്കര സമയം താമസിച്ച കാരണം ജ്യൂസ് പോയി പുറത്തുനിന്ന് കുടിച്ചു. അതുപോലെ ഇവരുടെ കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാലും 3 കിലോയുടെ ഒരു പെട്ടി മുന്തിരി, അതുപോലെ തന്നെ ചെറിയ പലതരത്തിലുള്ള മുന്തിരി വൈനുകൾ, ഇതൊക്കെയാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. എന്തായാലും നേരം വൈകുന്നേരം ആയതുകൊണ്ട് നമ്മുടെ രാമക്കൽമേട് കമ്പം യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്